അവിടെ 3-4 പേരെടുക്കുന്ന ഒരു കോക്കസാണ് ഭരിക്കുന്നത്. ആ കോക്കസിനകത്തുള്ള 2 പേരുടെ പേര് ഞാനിപ്പോൾ പറയാം, എനിക്ക് പറയാനൊരു മടിയില്ല. 32 വയസ്സായ ഒരു പെൺകുട്ടിയെ PSC മെമ്പറായിട്ട് നിയമിച്ചു. 4 ലക്ഷം രൂപ ശമ്പളത്തിൽ നിയമിച്ച 40-ാമത്തെ വയസ്സാകുമ്പോഴേക്കും അവർ 1.5 ലക്ഷം രൂപ ശമ്പളത്തിൽ ജീവിതകാലം മുഴുവൻ ജീവിക്കാൻ പോവുകയാണ്. PSCയുടെ ലോവർ ഡിവിഷൻ്റെ ടെസ്റ്റ് എഴുതിയാൽ പാസ്സാവാത്ത കുട്ടിയാണ്. PSCയിലെ സംഘടനാ നേതാക്കന്മാരും അതുപോലെ DYFIയുടെ നേതാക്കളെയാണോ PSC മെമ്പറാക്കേണ്ടത്? RS ശശികുമാർ, ഇപ്പം മന്ത്രി OJ ജനീഷ് നമുക്കൊപ്പം ചേർന്ന് പറഞ്ഞൊരു കാര്യം, സംസ്ഥാന സർക്കാർ ഈ വിഷയത്തിൽ ഇടപെടും, അന്വേഷിക്കുമെന്നുള്ള കാര്യമാണ്. പക്ഷെ നമുക്കറിയാം PSC ഒരു ഭരണഘടനാ സ്ഥാപനമാണ്. സർക്കാർ ഇടപെടുന്നതിന് ഒരു പരിധിയുണ്ട്, ഒരു പരിമിതിയുണ്ട്. എന്ത് ചെയ്യാൻ കഴിയും? ഇപ്പം നമ്മൾ ഈ ആസൂത്രണ ബോർഡ് അതിൻ്റെ ചീഫ് പരീക്ഷ തന്നെ എടുക്കുകയാണെങ്കിൽ ക്രമക്കേട് കണ്ടെത്തി ഉത്തരങ്ങൾ അതിന് മൂല്യനിർണ്ണയം നടത്തിയിട്ടില്ല എന്ന് കണ്ടെത്തി. അത് കഴിഞ്ഞ് ചോദിച്ച ഈ മാർക്ക് ലിസ്റ്റ് കിട്ടാൻ 1 വർഷത്തിലധികം കാത്തിരിക്കേണ്ടി വന്നു. അതിപ്പോൾ ചോദ്യം ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് വളരെ പെട്ടെന്ന് തന്നെ ഈ ഇടതുപക്ഷ അനുഭാവമുള്ള ആളെ നിയമിക്കുന്നു. അത് കോടതിയിലേക്ക് പോകുന്നു. ഏറ്റവും ഒടുവിൽ ഇപ്പോൾ ഒരു പുറത്തുനിന്ന്, അതായത് ആഭ്യന്തര വിജിലൻസ് എന്ന് പറയുമ്പം SP-യും DYSP ഒക്കെ അടങ്ങുന്നതാണ്. അത് അന്വേഷിക്കാമെന്ന് യോഗത്തിൽ പറഞ്ഞിട്ട് പിന്നെ കേൾക്കുന്നത് പരീക്ഷാ കൺട്രോളർ എന്നാണ്. അപ്പോൾ ഇവിടെ ഈ PSC ചെയർമാന് ഡയറക്റ്റ് ആയിട്ട് ഇൻവോൾവ്മെന്റ് ഉണ്ടെങ്കിൽ, അഭിമുഖം അടക്കം അദ്ദേഹം മറ്റു 2 പേരും കൂടിയാണ് നടത്തിയതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഈ 3 പേര് മാത്രമുള്ളതാണ്. അപ്പം അതിലെന്ത് ചെയ്യാൻ കഴിയും സർക്കാരിന്? അല്ല, ഇതിനകത്ത് ക്രമക്കേട് നടക്കുന്നുണ്ടെന്നുള്ളത് സത്യമാണ്. കാരണം ഇവിടെ നമ്മുടെ LD ക്ലർക്കിൻ്റെയും സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻ്റ് ഉൾപ്പെടെയുള്ള കൂടുതൽ ലക്ഷക്കണക്കിന് കുട്ടികൾ പരീക്ഷ എഴുതുന്നത് മറ്റൊരു വിങ്ങിൽ കൂടി നടക്കുകയാണ്. അത് ഓഫീസ് സംവിധാനത്തിലൂടെ നടക്കുകയാണ്. പക്ഷേ ഇവിടെ തട്ടിപ്പ് നടക്കുന്നത് ഓഫീസർ പോസ്റ്റുകളിലാണ്. ഞങ്ങൾ വളരെ സസൂക്ഷ്മം പരിശോധിച്ചാണ്. അതിന് അവർ വളരെ സ്കീം ചെയ്തേക്കുകയാണ്. കാരണം അതിന് ഏറ്റവും ഈ കേസ് അന്വേഷിച്ചാൽ ഇതിലെ 1-ാം പ്രതി അതിലെ ഇപ്പോഴത്തെ ചെയർമാനായ ശ്രീ MR ബൈജു ആയിരിക്കും. MR ബൈജുവിനെ കുറിച്ച് വളരെ പ്രഗത്ഭനായി മിടുക്കനാണെന്ന് എൻ്റെ സുഹൃത്ത് ജോസഫ് മാത്യു പറയും. അദ്ദേഹം സബ്ജക്റ്റിൽ മിടുക്കനാണെങ്കിലും അദ്ദേഹത്തിൻ്റെ സബ്ജക്റ്റിലെ മിടുക്കിൻ്റെ അടിസ്ഥാനത്തിലല്ല അദ്ദേഹത്തെ PSC ചെയർമാനാക്കിയത്. അദ്ദേഹം നമ്മുടെ ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജിലെ പ്രൊഫസറാണ്. അവിടെ സദാസമയവും SFIയുടെ പ്രവർത്തനങ്ങളും അതുപോലെ ഒരു CPMൻ്റെ ഗസറ്റഡ് ഓഫീസ് സംഘടനയുടെ സംസ്ഥാന നേതാവുമായിരുന്നു. അദ്ദേഹം എല്ലാവരെയും അടിച്ചമർത്തി ഭരിക്കുന്ന ഒരു പിണറായി സ്റ്റൈലിലുള്ള നേതാവായിരുന്നു എന്ന് എന്നോട് ഗസറ്റഡ് ഓഫീസിൽ സംഘടനയുള്ളവർ പറഞ്ഞു. ഇതെല്ലാം കണക്കിലെടുത്തുകൊണ്ടാണ് പിണറായി അദ്ദേഹത്തെ മെമ്പറായി നിയമിച്ചത്. മെമ്പറായി നിയമിച്ചപ്പോൾ അവിടുത്തെ പ്രവർത്തനം വളരെ മെച്ചമാണെന്ന് കണ്ടപ്പോൾ, നമ്മുടെ ഈ അടുത്ത കാലത്ത് നമ്മുടെ കമ്മീഷണറായി നിയമിച്ച വാസു മിടുക്കനാണെന്ന് കണ്ടപ്പോൾ പിണറായി അദ്ദേഹത്തെ ചെയർമാനായി നിയമിക്കുകയും അദ്ദേഹം സ്വർണം മുഴുവൻ ശബരിമലത്തെ സ്വർണം മുഴുവൻ അടിച്ചുകൊണ്ട് പോയ കഥയറിയാം. അതുപോലെ ഇദ്ദേഹം മെമ്പറായിരുന്നപ്പോൾ വളരെ പ്രഗത്ഭനാണെന്ന് കണ്ടെത്തിയതുകൊണ്ടാണ് ആ മെമ്പറെ തന്നെ അവിടെ ചെയർമാനാക്കി നിയമിച്ചു. അദ്ദേഹമാണ് ഈ നടത്തിയിരിക്കുന്ന തട്ടിപ്പുകളുടെയൊക്കെ കേന്ദ്ര ബിന്ദു. അതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായി എൻ്റെ കുറേ സുഹൃത്തുക്കൾ PSCയിൽ മെമ്പർമാരായിട്ടുണ്ട്. ഞാൻ അവരുമായിട്ടൊക്കെ നിരന്തരം ബന്ധപ്പെടുന്നുണ്ട്. അവർക്ക് ഒരു റോളുമില്ല. അവർ പറയാണ് ഞങ്ങൾ വന്നിരിക്കും, ഏതെങ്കിലും ഒരു മറ്റേ ഇൻ്റർവ്യൂവിന് പോകുന്ന ഒരു ജോലി മാത്രമേ ഉള്ളൂ, പിന്നെ ശമ്പളവും വാക്കിയും ടീയും കിട്ടും. അവിടെ 3-4 പേരെടുക്കുന്ന ഒരു കോക്കസാണ് ഭരിക്കുന്നത്. CPMൽ എല്ലാം നിന്നില്ല, CPMലെ തന്നെ ഒരു കോക്കസ്. ഞാൻ എടുത്തു പറയട്ടെ, ആ കോക്കസിനകത്തുള്ള 2 പേരുടെ പേര് ഞാനിപ്പോൾ പറയാം, എനിക്ക് പറയാനൊരു മടിയില്ല. ഞാൻ ചോദിച്ചേ, ഈ കഴിഞ്ഞ സംസ്കൃത സർവകലാശാല എന്ന് പറയുന്നത് ഏറ്റവും വലിയ തട്ടിപ്പ് നടക്കുന്ന സ്ഥാപനമാണ്. BA പാസ്സാവുക, MA പാസ്സാവുക, PhD കിട്ടുന്ന സ്ഥാപനമാണ്. അവിടെ നിന്ന് PhD എടുത്ത ആ PhD രേഖാമൂലം ഞാൻ ഗവർണർക്ക് പരാതി കൊടുത്താണ്. 816 മിസ്റ്റേക്കാണ് ഒരു തീസിലുള്ളത്. ആ തീസിനെ PhD എടുത്തതിനെ ചോദ്യം ചെയ്യണമെന്ന് പറഞ്ഞ് ഗവർണർക്ക് പരാതി കൊടുത്തതിന് 2 ആഴ്ച കഴിഞ്ഞപ്പോൾ ആ DYFIയുടെ എറണാകുളം ജില്ലാ പ്രസിഡൻ്റായിട്ടുള്ള പ്രിൻസി കുര്യാക്കോസിനെ 32 വയസ്സായ ഒരു പെൺകുട്ടിയെ PSC മെമ്പറായിട്ട് നിയമിച്ചു. 4 ലക്ഷം രൂപ ശമ്പളത്തിൽ നിയമിച്ച 40-ാമത്തെ വയസ്സാകുമ്പോഴേക്കും അവർ 1.5 ലക്ഷം രൂപ ശമ്പളത്തിൽ ജീവിതകാലം മുഴുവൻ ജീവിക്കാൻ പോവുകയാണ്. PSCയുടെ ലോവർ ഡിവിഷൻ്റെ ടെസ്റ്റ് എഴുതിയാൽ പാസ്സാവാത്ത ഒരു കുട്ടിയാണ്. അവരെ PSC മെമ്പർ 1. 2, മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി ആയിരുന്ന രാകേഷിൻ്റെ ഭാര്യ പ്രിയ വർഗീസിനെ കണ്ണൂർ സർവകലാശാലയിൽ അസോസിയേറ്റ് പ്രൊഫസറായിട്ട് കൊടുക്കണമെന്നുണ്ടെങ്കിൽ തൊട്ട് താഴെ കൂടുതൽ സ്കോറുള്ള PP പ്രകാശിനെ ഒഴിവാക്കണം. PP പ്രകാശൻ കേസ് കൊടുത്താൽ മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി രാകേഷിൻ്റെ ഭാര്യയ്ക്ക് ജോലി കിട്ടാൻ ബുദ്ധിമുട്ടുണ്ടാവും. അവർ കേസ് കൊടുത്തില്ല. മറ്റൊരു കറിയാണ് കേസ് കൊടുത്തത്. അതിൻ്റെ പാരിതോഷികമായിട്ട് ഈ ഗവൺമെൻറ് കോളേജ് അധ്യാപക CPM സംഘടനയുടെ നേതാവായ പ്രകാശന് PSC മെമ്പറായിട്ട് കൊടുത്തു. ഞാൻ ചോദിക്കട്ടെ, PSCയിലെ സംഘടനാ നേതാക്കന്മാരും അതുപോലെ DYFIയുടെ നേതാക്കളെയാണോ PSC മെമ്പറാക്കേണ്ടത്? ഇത്രയും ഉയർന്ന പോസ്റ്റ്, ഗവർണറെക്കാളും ശമ്പളം പറ്റുന്ന പോസ്റ്റിൽ ഇവർ ചെയ്യുന്ന പരിപാടി എന്ന് വെച്ചാൽ ഇവരെ വച്ച് എന്തിനെന്ന് വെച്ചാൽ
ഇവർക്കാണ് അധ്യാപകരുമായിട്ടും വിദ്യാർത്ഥികളുമായിട്ടും അതുപോലെ തന്നെ ഉള്ളവരുമായിട്ട് ബന്ധപ്പെടുമ്പോൾ ബൈജു എവരെ ഏൽപ്പിക്കുന്നു, ഇവർ വളരെ സബ്സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു അധ്യാപകരുടെ പേര് കൊടുക്കുന്നു. അവരെ കൊണ്ടാണ് ക്വസ്റ്റ്യൻ സെറ്റ് ചെയ്യുന്നത്, അതിലൂടെയാണ് ക്വസ്റ്റ്യൻ ചോരുന്നത്. ഈ അടുത്ത കാലത്തുള്ള PSCയുടെ ക്വസ്റ്റ്യൻ പേപ്പർ ഞങ്ങൾ പരിശോധിച്ചപ്പോഴും ഇത്ര നിലവാരം കുറഞ്ഞ ക്വസ്റ്റ്യൻ. കാരണം അധ്യാപകൻ ക്വസ്റ്റ്യൻ പേപ്പർ സെറ്റർ നിലവാരം കുറയുമ്പോൾ അയാളുടെ നിലവാരം ചോദ്യത്തിന് കാണുമ്പോൾ ഈ തരത്തിൽ ചോദ്യം വളരെ രഹസ്യമായി ചോർത്തുന്നുണ്ട്. ചോർത്തിയാണ് ഇതിൽ എല്ലാവരും റാങ്ക് വാങ്ങിക്കുന്നത്. ഈ റാങ്ക് വാങ്ങിച്ച് വന്നു കഴിഞ്ഞാലോ ഇൻ്റർവ്യൂ നടക്കുന്ന കാര്യം കൂടി ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കാം. ഇൻ്റർവ്യൂവിൽ അവരെ വെളിയിൽ നിന്നുള്ള എക്സ്റ്റേണൽ ആയിട്ടുള്ള എക്സ്പെർട്സ് വരും. എന്നോട് വളരെ പ്രഗത്ഭരായ നമ്മുടെ ചില അധ്യാപകർ, കോളേജ് യൂണിവേഴ്സിറ്റി അധ്യാപകർ പറഞ്ഞത്, ഇൻ്റർവ്യൂ ചെന്ന് അവർ പറയുന്ന രീതിയിൽ ചോദ്യം ചോദിച്ചില്ലെങ്കിൽ അടുത്ത ദിവസം ഇൻ്റർവ്യൂവിന് വരണ്ടെന്ന് പറയുകയാണ്. ഈ ബൈജു വിളിച്ച് പറയും അവരെ ഒഴിവാക്കിയത് വേറൊരു അധ്യാപകനെ വിളിക്കാൻ. അങ്ങനെ പാടുണ്ടോ? ഇൻ്റർവ്യൂ നടന്നിരിക്കുന്നതിനിടയ്ക്ക് എക്സ്പെർട്ടിനെ മാറ്റാൻ നിയമമുണ്ടോ? എന്ത് തോന്നിയവാസവും ഈ PSC ഓഫീസിൽ നടക്കും. അതിനുശേഷം ബൈജു ഒരു ഉത്തരവിട്ടു, ഏതെങ്കിലും ഉദ്യോഗാർത്ഥി PSCക്കെതിരെ പരാതി കൊടുത്താൽ അയാളെ എല്ലാ വർഷവും സ്ഥിരമായി PSCയുടെ പരീക്ഷയിൽ നിന്ന് ഒഴിവാക്കും. ഭീഷണിപ്പെടുത്തുകയില്ലേ? ഇതൊക്കെ കേരളത്തിൽ നടക്കുമ്പോൾ, ഈ തട്ടിപ്പ് നടക്കുമ്പോൾ, ഇതിലൂടെ സാമ്പത്തിക ലാഭം ഉണ്ടാക്കുമ്പോൾ എവിടെ സാമ്പത്തിക സ്രോതസ് ഉൾപ്പെടെ